ഈ കഥ ഇന്നതിലെ കഥാപാത്രങ്ങളും തികച്ചും സങ്കല്പിക്കാൻ മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആരെങ്കിലും ആയതിന് സാമ്യം തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഓട്ടം തുള്ളലിൽ പലതും പറയും, അതുകൊണ്ടാരും വിഷമിക്കരുത്. അഥവാ ഇത്തിരി വിഷമിച്ചാലും ഞങ്ങളെ ആരും പെരുമാറരുത്. ദേഷ്യം വേണ്ട, ദോഷവും വേണ്ട, വെറുതെ ഒന്നു ചിരിക്കാൻ മാത്രം. വെറുതെ അങ്ങു ചിരിക്കാനല്ല, വേണേലൽപ്പം ചിന്തിക്കാനും. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം, എന്നോടവർ അരുളിയ പോലെ. പണ്ടു ദുബായിൽ ഒരു അവറാൻ ചേട്ടൻ കള്ളുകുടിച്ചു നടന്നൊരു കാലം. പള്ളിയും പട്ടക്കാരനുമില്ല, കിട്ടണ എട്ടണ വീശാൻ മാത്രം. വെള്ളമടിച്ച ചേട്ടന് തോന്നും സ്ഫടികം ഫിലിമിലെ മോഹൻലാല. മുണ്ടുപറിച്ചടി തുടങ്ങും ചേട്ടൻ, പക്ഷേ വണ്ടി പിടിച്ചേ വീട്ടിൽ പോകൂ. നസ്രാണി ജയ 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 നസ്രാണി ജയ. അവറാച്ചന്റെ ശ്രീമതി നാട്ടിൽ സ്വപ്നം പലതും കണ്ടുകൊതിച്ചു. പാട്ടറിയാത്തൊരു റോസിലിമോക്ക് പാട്ടുപഠിക്കാൻ ട്യൂഷൻ വെച്ചു. കാരണമെന്താ? ചാനൽ തോറും പാടി നടക്കാം, ഫ്ലാറ്റും കിട്ടും കാശും വാരാം. ഇത്തിരിയുള്ളൊരു റോസിലിമോള് ഇത്രയും സംഗതി എങ്ങനെ പാടാൻ? കൊച്ചിന് ഞം കൊടുക്കണ പോലും കോടീശ്വരിയെ സ്വപ്നം കണ്ട. അങ്ങനിരിക്കെ അവറാൻ ചേട്ടന് ബോധക്കേടും പനിയും വന്നു. ഡോക്ടർ പറഞ്ഞു, അവറാൻ ചേട്ടാ ഹാർട്ടും ലിവറും മാഫി മാഫി. ഇനിയും ഇങ്ങനെ മോന്താനാണേൽ ജീവിതം പിന്നെ ഗോപി ഗോപി. കേട്ടു നടുങ്ങിയ ചേട്ടൻ പിന്നെ തെക്കോട്ടോടി വടക്കോട്ടോടി. കരിസ്മാറ്റിക്കിലെ ബ്രദർ പറഞ്ഞു, നാട്ടിൽ പോയൊരു ധ്യാനം കൂട്. അവറാൻ ചേട്ടൻ നാട്ടിൽ പോയി, പോട്ടെ പോയി ധ്യാനം കൂടി. രോഗം മാറി കുടിയും മാറി നല്ലവനായി തിരിച്ചും വന്നു. അവരോട് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. നസ്രാണി ജയ നസ്രാണി ജയ നസ്രാണി
നസ്രാണി ജയ നസ്രാണി ജയ നസ്രാണി ജയ നസ്രാണി ജയ നസ്രാണി ജയ. വെള്ളികൾ തോറും പള്ളിയിൽ വരുവാൻ ഉള്ളിൽ ചേട്ടനു മോഹമുദിച്ചു. വെള്ളികൾ തോറും പള്ളിയിൽ വരുവാൻ ഉള്ളിൽ ചേട്ടന് മോഹമുദിച്ചു. ടാക്സി പിടിച്ചും ബസ്സു പിടിച്ചും ഒരുവിധം അങ്ങനെ ഇവിടെ എത്തി. ടാക്സി പിടിച്ചും ബസ് പിടിച്ചും ഒരുവിധം അങ്ങനെ ഇവിടെ എത്തി. ഗേറ്റ് കടന്നൊരു ചേട്ടൻ കണ്ടു ആണ്ടേ പോണു ലേഡീസ് രണ്ട്. ഗേറ്റ് കടന്നൊരു ചേട്ടൻ കണ്ടു ആണ്ടേ പോണു ലേഡീസ് രണ്ട്. അതിലൊരു ചേച്ചിയുടെ വേഷം കണ്ട് ചേട്ടന്റെ കണ്ണ് ദാ ഇങ്ങനെ തള്ളി. അതിലൊരു ചേച്ചിയുടെ വേഷം കണ്ട് ചേട്ടന്റെ കണ്ണ് ഇങ്ങനെ തള്ളി. കാരണമെന്താ? കാരണമെന്താ? ഇതിലും ഭേദം ഹാൻഡ് കർച്ചീഫ് ഒരു സേഫ്റ്റി പിന്നിന് കുത്തിയാ പോരെ. ഇതിലും ഭേദം ഹാൻഡ് കർച്ചീഫ് ഒരു സേഫ്റ്റി പിന്നിന് കുത്തിയാ പോരെ. തലയും താഴ്ത്തി നടന്നു വരുന്നു മലയാളികളാം മഹിളകൾ രണ്ട്. തലയും താഴ്ത്തി നടന്നു വരുന്നു മലയാളികളാം മഹിളകൾ രണ്ട്. എന്തൊരു വിനയം എന്തോരെളിമ അവറാൻ ചേട്ടനു മനസ്സു നിറഞ്ഞു. എന്തൊരു വിനയം എന്തോരെളിമ അവറാൻ ചേട്ടന് മനസ്സു നിറഞ്ഞു. അരികിൽ ചെന്നൊരു നോട്ടം കണ്ടോ രവറാൻ ചേട്ടൻ തിരികെ ഓടി. അരികിൽ ചെന്നൊരു നോട്ടം കണ്ടോ അവറാൻ ചേട്ടൻ തിരികെ ഓടി. കാരണമെന്താ? കാരണമെന്താ? തലയും താഴ്ത്തി ചേച്ചി നടന്നത് വിനയം കൊണ്ടോ അല്ലേ അല്ല? തലയും താഴ്ത്തി ചേച്ചി നടന്നത് വിനയം കൊണ്ടോ അല്ലേ അല്ല? ചേച്ചിയുടെ തൂക്കം 30 kg കഴുത്തിലെ മാല 45. ചേച്ചിയുടെ തൂക്കം 30 kg കഴുത്തിലെ മാല 45. ഇനിയൊരു ചേച്ചിയുടെ കയ്യിലാണേൽ ഇഞ്ചക്ഷന് പോലും സ്ഥലമില്ല. ഇനിയൊരു ചേച്ചിയുടെ കയ്യിലാണെങ്കിൽ ഇഞ്ചക്ഷന് പോലും സ്ഥലമില്ല. നസ്രാണി ജയ 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 നസ്രാണി ജയ. അങ്ങനിരിക്കെ ഇങ്ങനെയിരിക്കെ അങ്ങനിരിക്കെ നമ്മുടെ പള്ളിയിൽ ഇടവക തിരുനാൾ അതിഗംഭീരം. അങ്ങനെയിരിക്കെ നമ്മുടെ പള്ളിയിൽ ഇടവക തിരുനാൾ അതിഗംഭീരം. ഭക്ഷണമെല്ലാം എത്ര വിശിഷ്ടം ബീഫും കപ്പയും അതിഗംഭീരം. ഭക്ഷണമെല്ലാം എത്ര വിശിഷ്ടം ബീഫും കപ്പയും അതിഗംഭീരം. കാശ് കൊടുത്തൊരു കൂപ്പൺ വാങ്ങാൻ കൗണ്ടറിലെങ്ങും ആളുകളില്ല. കാശ് കൊടുത്തൊരു കൂപ്പൺ വാങ്ങാൻ കൗണ്ടറിലൊന്നും ആളുകളില്ല. മൈക്കിൽ കൂടി വിളിച്ചു പറഞ്ഞു ബാക്കി വരുന്നത് മൊത്തം ഫ്രീയാ. മൈക്കിൽ കൂടി വിളിച്ചു പറഞ്ഞു ബാക്കി വരുന്നത് മൊത്തം ഫ്രീയാ. ഫ്രീയാണെന്നതു കേട്ടൊരു നേരം ചക്കേലീച്ച പൊതിഞ്ഞതുപോലെ. ഫ്രീയാണെന്നത് കേട്ടൊരു നേരം ചക്കേലീച്ച പൊതിഞ്ഞതുപോലായി. അവിടൊരു ചേട്ടൻ പാക്കറ്റിനായി അരയും തലയും മുറുക്കിയിറങ്ങി. അവിടൊരു ചേട്ടൻ പാക്കറ്റിനായി അരയും തലയും ഉറുക്കിയിറങ്ങി. വരിയുടെ ഇടയിൽ കയറിയിറങ്ങി പിടിവലിയായി അടിപിടിയായി. വരിയുടെ ഇടയിൽ കയറിയിറങ്ങി പിടിവലിയായി അടിപിടിയായി. 60 വയസ്സുള്ള അമ്മച്ചി ഒരാൾ 60 നാഴിക ദൂരെ പോയി. 60 വയസ്സുള്ള അമ്മച്ചി ഒരാൾ 60 നാഴിക ദൂരെ പോയി. നാട്ടിൽ ചെന്ന ബിവറേജിൽ പോയി ഡീസന്റായി ക്യൂ നിൽക്കുന്നോനാ. നാട്ടിൽ ചെന്ന ബിവറേജിൽ പോയി ഡീസന്റായി ക്യൂ നിൽക്കുന്നവനാ. താപ്പിനു കിട്ടിയ ചില വിദ്വാൻമാർ 8ഉം 10ഉം പൊതികൾ വാങ്ങും. താപ്പിനു കിട്ടിയ ചില വിദ്വാൻമാർ 8ഉം 10ഉം പൊതികൾ വാങ്ങും. കയ്യില് 2 എളിയില് 2 തോളിലെ ബാഗിൽ വേറെ 6. കയ്യിലെ 2 എളിയിലെ 2 തോളിലെ ബാഗിൽ വേറെ 6. അഥവാ എങ്ങാൻ കിട്ടാണ്ടായ കമ്മറ്റിക്കോ തെറിയുടെ പൂരം. അഥവാ എങ്ങാൻ കിട്ടാണ്ടായാൽ കമ്മറ്റിക്കോ തെറിയുടെ പൂരം. നസ്രാണി ജയ 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 നസ്രാണി ജയ. ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്താൽ എങ്ങനെ നമ്മൾ അക്കരെ പറ്റും? ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്താൽ എങ്ങനെ നമ്മൾ അക്കരെ പറ്റും? ദിവസവും ഇവിടെ അച്ഛൻ പറയും സ്വാർത്ഥത നമ്മൾ വെടിയുക വേണം. ദിവസവും ഇവിടെ അച്ഛൻ പറയും സ്വാർത്ഥത നമ്മൾ വെടിയുക വേണം. ഉള്ളതിലോഹരി ദാനം ചെയ്താൽ ഉള്ളവനെല്ലാം തന്നിടുമത്രേ. ഉള്ളതിലോഹരി ദാനം ചെയ്താൽ ഉള്ളവനെല്ലാം തന്നിടുമത്രേ. നമ്മളിതെല്ലാം കേൾക്കും, പക്ഷേ ഇതിലേ കേൾക്കും ഇതിലേ പോകും. നമ്മളിതെല്ലാം കേൾക്കും, പക്ഷേ ഇതിലേ കേൾക്കും ഇതിലേ പോകും. ആരെങ്കിലും ഒരു ഹെൽപ്പിനു വന്നാൽ കോട്ടും സൂട്ടും ഇട്ടവർ പറയും. ആരെങ്കിലും ഒരു ഹെൽപ്പിന് വന്നാൽ കോട്ടും സൂട്ടും ഇട്ടവർ പറയും. 2.5 ലക്ഷം സാലറി, പക്ഷേ 2.5 ദിർഹം ബാക്കിയില്ലത്രേ. 2.5 ലക്ഷം സാലറി, പക്ഷേ 2.5 ദിർഹം ബാക്കിയില്ലത്രേ.
5.5 കോടിയുടെ പ്ലോട്ടൊന്നു വാങ്ങിയേൽ 50,000 ഇനിയും കടമ. 5.5 കോടിയുടെ പ്ലോട്ടൊന്നു വാങ്ങിയേൽ 50,000 ഇനിയും കടമ. പിന്നെ പലതും കണ്ടു ചേട്ടൻ പള്ളി പറയാൻ കൊള്ളില്ലത്രേ. പിന്നെയും പലതും കണ്ടു ചേട്ടൻ പള്ളി പറയാൻ കൊള്ളൂലത്രേ. നസ്രാണി ജയ 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 നസ്രാണി ജയ. എല്ലാം കണ്ടു രവറാൻ ചേട്ടൻ ഗ്രോട്ടോക്കരികിൽ ചെന്നു പറഞ്ഞു. എല്ലാം കണ്ടു രവറാൻ ചേട്ടൻ ഗ്രോട്ടോക്കരികിൽ ചെന്നു പറഞ്ഞു. പെടലിതിരിക്കണ സിനിമാ നടനൊരു സിനിമയെ പണ്ടു പറഞ്ഞതുപോലെ. സിനിമാ നടനൊരു സിനിമയെ പണ്ടു പറഞ്ഞതുപോലെ. മാതാവേ ഇതു കണ്ടില്ലേ നീ എന്തൊരു കഷ്ടം ഇവറ്റയുടെ കാര്യം. മാതാവേ ഇത് കണ്ടില്ലേ നീ എന്തൊരു കഷ്ടം ഇവറ്റയുടെ കാര്യം. ഇവരുടെ കൂടിനി കഴിയാൻ വയ്യ ഇവരെ അങ്ങു വിളിക്കേണം നീ. ഇവരുടെ കൂടെ കഴിയാൻ വയ്യ ഇവരെ അങ്ങ് വിളിക്കണം നീ. നസ്രാണി ജയ 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 നസ്രാണി ജയ. ആക്ഷേപഹാസ്യത്തിലൂടെ ചിരിയും ചിന്തയും നമുക്ക് സമ്മാനിച്ചത് സുനീഷ് മാത്യു ആൻഡ് ടീം.